ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിലെ ലീഡർമാരും ഹൈറിച്ചിലെ പൈസ പോയ പാവങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5-8 മാസമായിട്ട് ആർക്കും തന്നെ വരുമാനമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്കിൽ 2-3 മാസം കഴിഞ്ഞതോടുകൂടി ലീഡർമാർ മെല്ലെ മെല്ലെ മറ്റ് കമ്പനികളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു ചേക്കേറൽ പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അവസാനത്തെ കണ്ണിയായിരിക്കാം ഒരുപക്ഷെ ജിനിൽ ജോസഫ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് ക്രിപ്റ്റോ തട്ടിപ്പുമായിട്ടാണ്. സ്വിഫ്റ്റ് ഡിഫി എന്ന് പറയുന്ന ക്രിപ്റ്റോ തട്ടിപ്പാണ്. ആരെങ്കിലും $10 ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ $5 വീതം വെച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരാൾ 1000 ഇട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1500 തിരികെ കൊടുക്കും. പക്ഷേങ്കിൽ അതിൻ്റെ 500 അധികം കിട്ടുമ്പോൾ മറ്റൊരു 500 എന്ന് പറയുന്നത് കമ്പനി മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ് പരിപാടി. ഇപ്പോൾ എന്തായാലും ആ ഒരു തട്ടിപ്പ് ജനങ്ങൾ അത്ര നല്ല രീതിയിലല്ല അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തട്ടിപ്പ് എന്ന രീതിയിലാണ്. യാതൊരുവിധ കോയിനോ ഇല്ലാതെ, ഒരു പർപ്പസും ഇല്ലാതെ, ഒരു പ്രൊജക്റ്റും ഇല്ലാതെയാണ് ഇത് ആൾക്കാരെ ചേർക്കുന്ന ആളുടെ പൈസ എടുത്തിട്ട് ആദ്യം ചേർത്തവർക്ക് ഇതുപോലെയുള്ള 150% ലാഭം എന്ന രീതിയിൽ, അത് ചിലപ്പോൾ ഒരു 5 ദിവസം കൊണ്ടാവാം, 10 ദിവസം കൊണ്ടാവാം, 15 ദിവസം കൊണ്ടാവാം, ആ ഒരു ലാഭം കിട്ടുമെന്നാണ് പറയുന്നത്. ആൾക്കാരെ ചേരാൻ വരി നിന്നാലേ അതുമൊക്കെ സാധ്യമാവും. പക്ഷേങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പോൺസി സ്കീം തന്നെയാണ്, മണി ചെയിൻ തന്നെയാണ് എന്നതാണ്. മറ്റു ചിലരുണ്ട്, കണ്ണൂരെ പാനൂരെ ലീഡർമാരൊക്കെ തന്നെ ഇപ്പോൾ അവരൊക്കെ വലിയ ട്രേഡർമാരാണ്. ട്രേഡിംഗ് ആണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇതൊന്നും അറിയാതെ രാവിലെയും എല്ലാ സമയവും ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇവരെ അനുകൂലിച്ചിടുന്ന യൂട്യൂബർമാരോ എന്തെങ്കിലും പറയുന്നുണ്ടോ, കമ്പനിക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കലാണ് പൈസ പോയ ഹതഭാഗ്യർ. അവർക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ലീഡർമാരെ ഒന്ന് വിളിച്ച് എന്താണ് കാര്യമെന്ന് ചോദിക്കാനോ പോലും അവസരമില്ല എന്നത് വേറെ കാര്യം. കഴിഞ്ഞ 8 മാസത്തോളമായിട്ട് ഇവരെ അടച്ചിട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ? ഇവരെ അനുകൂലിച്ച് അവരെ പറ്റിക്കുന്ന യൂട്യൂബർമാരെ എന്തെങ്കിലും കണ്ടന്റ് ഇടുന്നുണ്ടോ എന്ന് നോക്കി കുത്തിയിരിക്കലാണ്. അവരുടെ കുത്തിയിരിക്കൽ ഇങ്ങനെ തുടരും എന്ന് മാത്രമേ പറയാനുള്ളൂ. അവസാനം അവരുടെ പൈസയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. ബൈ.